നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങളിൽ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. മാലാഖമാർ പാടിയ അത്യുന്നതങ്ങളിൽ എന്ന ഗീതം ആലപിച്ചുകൊണ്ട് ഇപ്പോൾ കാർമികൻ 3 പ്രാവശ്യം ഈ തിരുവത്സയുടെ 3 കോണുകളിൽ തിരി കത്തിക്കുകയും അങ്ങനെ ഈശോ ഈ ലോകത്തിന്റെ പ്രകാശമാണെന്നും ജനതകളുടെ പ്രകാശമാണെന്നുമുള്ള സത്യം, ഈ മനുഷ്യോപരഹസ്യത്തിന്റെ വലിയ സത്യം ഇപ്പോൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കൊച്ചി സീറോ മലബാർ സഭാസ്ഥാനത്ത് നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, അങ്ങനെ പാതിരാ കുർബാന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത്? കവിത, പാതിര കുർബാന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ണിയേശുവിന്റെ പ്രതിപാദിക്കുന്ന ബൈബിൾ വചനം വായിച്ച് അതിനുശേഷം സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും പള്ളിമണികൾ മുഴങ്ങി ഉണ്ണിയേശുവിന്റെ രൂപം പേറിക്കൊണ്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇപ്പോൾ വിശ്വാസികളെയും കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ പള്ളിക്ക് പുറത്താണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുന്നത്. പള്ളിക്ക് പുറത്ത് ഇപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാടും നഗരവും എല്ലാം. വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ വീഥികൾ, വീടുകൾ ഇവയെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ഞു വീഴുന്ന ഡിസംബർ രാവുകളെ ധന്യമാക്കിക്കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള പള്ളികളിൽ ഇപ്പോൾ പാതിരാ കുർബാന, അത് പ്രത്യേകിച്ച് ലോകത്തെ വിവിധ ടൈം സോണുകളിലായി നടക്കുന്ന ആഘോഷങ്ങൾ അത് വേറെ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അവിഭാജ്യം നിൻ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ആരാധിക്കുന്നു. സഗതീരന്മാർ ലലാഹുസ വൽനാസുസ ലാപൂലാഗ അവിഭാജ്യം നിൻ ദൈവ. കൊച്ചി സീറോ മലബാർ സഭാസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, പറയൂ. കവിത, ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ തീകായ്ക്കൽ ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 11:30 തന്നെ പാതിരാ കുർബാന ആരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ ബൈബിൾ വചനവുമായി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കാർമ്മികൻ സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇപ്പോൾ ഈ
ചടങ്ങുകൾ പുറത്തേക്ക് ഇപ്പോൾ നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും നടന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു തീകുണ്ടത്തിൽ ഉണ്ണിയേശുവിനെ തീ കായ്ക്കൽ ചടങ്ങ് നടക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഉണ്ണിയേശുവിന്റെ രൂപവുമായി പ്രദർശനം നടന്ന അതിനുശേഷമാണ് ഈ തീ കായ്ക്കൽ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഉണ്ണിയേശുവിന്റെ രൂപവുമായി കൽക്കുരിശ് വരെ പ്രദർശനം നടക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോൾ നടത്തി വരികയാണ്. വെളിച്ചം വീശുന്ന വഴിയിലൂടെ ഈ കുരിശടിയിലേക്ക് നടക്കും. ഈ പ്രദർശനത്തിന് ശേഷം പിന്നീട് തൊട്ടടുത്ത് തയ്യാറാക്കിയിരിക്കുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെ കിടത്തും. അതിനുശേഷം വീണ്ടും പള്ളിക്കകത്ത് വെച്ച് കുർബാനയുടെ തുടർ ഭാഗങ്ങൾ വായിക്കും. ഈ സമയത്താണ് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് ക്രിസ്മസ് സന്ദേശം നൽകുക. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ തീ കായ്ക്കൽ ചടങ്ങിന് ശേഷം കുരിശടിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കാർമ്മികനും തൊട്ടു പിന്നാലെ അകമ്പടിയുമായി ഈ ക്രിസ്മസ് ഗാനവുമായി ഇപ്പോൾ വിശ്വാസികൾ ഓരോരുത്തരും നടക്കുകയാണ്. എന്തായാലും ബൈബിൾ വചനവുമായി തന്നെ ഈ ഒരു ചടങ്ങ് ആരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ തീ കായ്ക്കൽ ചടങ്ങ് നടന്നിരിക്കുകയാണ്. ഇപ്പോൾ കുരിശടിയിലേക്ക് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സെന്റ് തോമസ് മൗണ്ടിലാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. കുരിശടിയിലേക്ക് നടന്നു നീങ്ങി അതിനുശേഷം പിന്നീട് ഈ പ്രദർശനം പൂർത്തിയാക്കി തൊട്ടടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെ കിടത്തി അതിനുശേഷം പിന്നീട് പള്ളിക്കകത്ത് കുർബാന ചടങ്ങുകൾ നടക്കും. അപ്പോഴാണ് ക്രിസ്മസ് സന്ദേശം എന്തായാലും ഈ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന റാഫേൽ തട്ടിൽ എന്തായാലും ക്രിസ്മസ് സന്ദേശം നൽകുക. അങ്ങനെയാണ് ഇവിടെ ചടങ്ങ് പുരോഗമിക്കുന്നത്. എന്തായാലും രാത്രി 11:30 ആരംഭിച്ച ചടങ്ങ് ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായി. അതിനുശേഷം പള്ളിക്ക് പുറത്തുള്ള ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും കുരിശടിയിലേക്ക് വിശ്വാസികൾ ഓരോരുത്തരും ഇങ്ങനെ നീങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവിത. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രകാശത്തിലേക്ക് ലോകത്തെ നയിക്കാൻ ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറവിയെടുത്ത ദിവസമാണ്. അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ വിവിധ പള്ളികളിലെ പ്രാർത്ഥനയോട് അനുബന്ധിച്ച് നടത്തുന്നത്. ഇപ്പോൾ പ്രദക്ഷിണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി സീറോ മലബാർ സഭ ആസ്ഥാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മാലാഖമാരുടെ ആ വലിയ സന്ദേശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന ശുഭം ആയ മുഹൂർത്തം കൂടിയാണ് ഇത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുന്നത് വെറും മതപരമായ ഒരു ആചാരമല്ല, മറിച്ച് ജാതിമത ഭേദമന്യേ മലയാളികൾ ആഘോഷിക്കുന്ന ഒരു വലിയ സാംസ്കാരിക ഉത്സവം കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയാതെ വയ്യ. അർദ്ധരാത്രി മുതൽ കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ അമർന്നിരിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നുകൊണ്ടേയിരിക്കുന്നു. തിരുവനന്തപുരം പാളയംപള്ളി മുതൽ കൊച്ചിയിലെ വിവിധ ബസലിക്കകൾ, വടക്കൻ കേരളത്തിലെ പുരാതന ദേവാലയങ്ങൾ എല്ലാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മനോഹരമായി അലങ്കരിച്ച വീടുകളും ഒപ്പം തന്നെ പള്ളികളും ഒക്കെ ഹൃദ്യമായ കാഴ്ച തന്നെയാണ്. കേരളത്തിലെ ഓരോ വീടിൻ്റെയും നോക്കിയാൽ അറിയാം, ക്രിസ്മസിന്റെ ആഘോഷത്തിന് വരവേൽക്കാനായി അല്ലെങ്കിൽ ക്രിസ്മസിനെ വരവേൽക്കാനായി എല്ലാ വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു, ദേവാലയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പങ്കുവെക്കലിന്റെയും കരുണയുടെയും കൂടി ദിനമാണ് ക്രിസ്മസ് എന്നുള്ളതാണ് കേരളത്തിലെ ഒട്ടുമിക്ക സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും എല്ലാം ഈ ആഘോഷത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.